വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം. ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കേരള ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏത്? ഉത്തരം വിക്ടേഴ്സ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ്? ഉത്തരം മണ്ണാർക്കാട്. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ് സ്വപ്നങ്ങൾ. ആരുടേതാണെന്നറിയാമോ ഈ വാക്കുകൾ? ഉത്തരം APJ അബ്ദുൽ കലാം. വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? ഉത്തരം നെയ്യാറ്റിൻകര. ഐക്യരാഷ്ട്ര സംഘടന 2024 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം അന്താരാഷ്ട്ര ഒട്ടകങ്ങളുടെ വർഷം. 2024 ജൂലൈ മാസത്തിൽ ബഹിരാകാശത്ത് വാർത്താ സമ്മേളനം നടത്തിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഉത്തരം സുനിത വില്യംസ്, ബുച്ച് വിൽമർ. സപ്തഭാഷാ സംഗമ ജില്ല എന്നറിയപ്പെടുന്നത്? ഉത്തരം കാസർഗോഡ്. എത്ര കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് നദികളുടെ ഗണത്തിൽ കണക്കാക്കുന്നത്? ഉത്തരം 15 കിലോമീറ്റർ. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഏതു ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. 70 വയസ്സ് പൂർത്തിയായവർക്ക് വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത്? ഉത്തരം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അമേരിക്കൻ ഐക്യനാടുകളുടെ 47ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡാണ് സ്വരാജ് ട്രോഫി. 2024 സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം വലിയപറമ്പ്, കാസർഗോഡ്. 2024 ജൂലൈ 30 ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നീ സ്ഥലങ്ങൾ ഏത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ്? ഉത്തരം മേപ്പാടി. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തുലാവർഷം. കേരള ഭാഗ്യക്കുറിയുടെ ചിഹ്നത്തിൽ കാണുന്ന ജീവി ഏത്? ഉത്തരം പച്ചക്കുതിര. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ അംബേദ്കർ ആണെങ്കിൽ മൗലികാവകാശങ്ങളുടെ ശില്പി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഓണപ്പൂ എന്നറിയപ്പെടുന്ന പൂവ് ഏത്? ഉത്തരം കാശിത്തുമ്പ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? ഉത്തരം വൃക്ക. മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? ഉത്തരം നെല്ല്. 1729 ഏത് ഗണിതശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട സംഖ്യയാണ്? ഉത്തരം
ശ്രീനിവാസ രാമാനുജൻ. ബാലവേല നിയമപ്രകാരം എത്ര വയസ്സിനു താഴെ ഉള്ളവരെയാണ് കുട്ടികളായി കണക്കാക്കുന്നത്? ഉത്തരം 14 വയസ്സിന്. അഭിമാന താരം PR ശ്രീജേഷ് എത്ര ഒളിമ്പിക്സ് മെഡലുകൾ നേടിയിട്ടുണ്ട്? ഉത്തരം 2. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഉത്തരം നവംബർ 10. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള 2023 PN പണിക്കർ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം പൊൻകുന്നം സെയ്ദിന്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്? ഉത്തരം S. സോമനാഥ്. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്ത് ഏത്? ഉത്തരം ഇടമലക്കുടി, ഇടുക്കി. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്ക് പുറമെ മൂന്നാമത്തെ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ജില്ലാ പഞ്ചായത്ത്. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല? ഉത്തരം തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചതാർക്ക്? ഉത്തരം MK സാനു, എഴുത്തുകാരൻ. ഐഹിത്യമാല എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2024 വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം NS മാധവൻ. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം. ഇതാരുടെ വരികളാണ്? ഉത്തരം P. മധുസൂദനൻ. 2024 സംസ്ഥാന കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഉത്തരം PR ശ്രീജേഷ്, ഹോക്കി താരം. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2024 ബാലൺ ദോർ പുരസ്കാര ജേതാവ്? ഉത്തരം റോഡ്രി, മാഞ്ചസ്റ്റർ സിറ്റി താരം. 9ാമത് T20 ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച താരം? ഉത്തരം രോഹിത് ശർമ്മ. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ദൗത്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സംവിധാനം? ഉത്തരം എൻ്റെ ഭൂമി സംയോജിത പോർട്ടൽ.